എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന തമ്പിയെ അപർണ വിളിക്കുകയാണ്. അപർണ വിളിച്ചപ്പോൾ തമ്പി ചോദിച്ചു, എന്തായാലും മോളെ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. എൻ്റെ അച്ഛാ ഇതുവരെയായിട്ടും ജാനകി പോയിട്ട് മടങ്ങി വന്നിട്ടില്ലെന്ന് പറയാം. ഇന്നലെയും വന്നില്ലേന്ന് ചോദിക്കും. ഇന്നലെയും വന്നിട്ടില്ല അച്ഛാ, ഇന്ന് മിക്കവാറും വരുമായിരിക്കും എന്ന് പറയാം. അല്ല അപ്പൊ ആ പെങ്കൊച്ചിനെ കൊണ്ടുപോയില്ലേന്ന് ചോദിക്കാം. അതിനെയൊന്നും കൊണ്ടുപോയിട്ടില്ല, അതിവിടെ ഉണ്ടെന്ന് പറയാം. അഭി പോയിട്ടും കൊണ്ടുപോയില്ല, മിക്കവാറും ഇന്ന് വരുമായിരിക്കും. എടി മോളെ ഇതത്ര നിസ്സാരമായിട്ട് നമ്മൾ എടുക്കരുത്. കാരണം എന്തൊക്കെയോ തുമ്പ് എവിടെയൊക്കെയോ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നതെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അപർണ പറഞ്ഞു, എവിടെയെങ്കിലും പോയി എന്തിനേലും വിളിച്ചോണ്ട് വരട്ടെ അച്ഛാ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. കൊണ്ടുവന്നിട്ട് വേണം ചില പണികളൊക്കെ എനിക്കും ഉണ്ടെന്ന് പറയണം. അവളുടെ അമ്മയെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരുത്തിനെയും കൂടെ വിളിച്ചോണ്ട് വരട്ടെ എന്നൊക്കെ പറയാം. ഇവിടെ ഉള്ളതിനെ തന്നെ ഇവിടെ മനുഷ്യന് സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെയാണ് വേറൊരുത്തിനെയും കൂടെ എന്ന് പറയണം. തമ്പി പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അളകാപുരി വീട് ആരുടെ പേരിലാണെന്നറിയാലോ. ഈ പറയുന്ന അബിയുടെയും ജാനകിയുടെയും പേരിലാണ് കിടക്കണേ. അങ്ങനെയാണെങ്കിൽ അവിടെ അബിയും ജാനകിയും പറയുന്നിടത്ത് ആ കാര്യങ്ങളൊക്കെ നിൽക്കുള്ളൂ. പിന്നെ അതങ്ങ് പോയി പറഞ്ഞാൽ മതി അച്ഛാ, അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല. ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഈ അപർണയായിരിക്കും. അപർണ തമ്പി ആയിരിക്കും എന്ന് പറയാം, ജാനകി ആയിരിക്കില്ലെന്ന് പറയാം. മോളെ കാര്യമൊക്കെ ഓക്കെ അറിയാലോ. പ്രഭാവതി വരെ ഇപ്പം തിരിഞ്ഞിരിക്കുക, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ മുന്നോട്ട് പോകണമെന്ന് പറയാം. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവരവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ജാനകിനെ അവിടെ നടിച്ചു ഓടിക്കാൻ നോക്ക്, എന്നാലും നിനക്ക് അവിടെ പിടിച്ചിരിപ്പുണ്ടാവണമെന്ന് പറയും. അതൊക്കെ ഞാൻ ഏറ്റു, അവൾ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. അവളെന്ന് അവളുടെ അമ്മയും കൊണ്ടല്ല വരുന്നെങ്കിൽ അവളെ ഇന്ന് ഞാൻ പൊങ്കാലി ഇടും എന്നൊക്കെ പറയണം. കാണിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ദിവസമായി അവള് ഇങ്ങനെ പോയിട്ടെന്നൊക്കെ പറയണം. ഈ സമയം ജാനകി അഭിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അഭിയും ജാനകിയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൊന്നു ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ് അമ്മയെന്നും വിളിച്ചോണ്ട്. പിന്നീട് ചോദിച്ചു, അമ്മമ്മ വരുമെന്ന് പറഞ്ഞിട്ട് എന്തേ അമ്മമ്മ വരാത്ത എന്തേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ജാനകി പൊന്നു മിണ്ടല്ലെന്ന് പറയണം. കാരണം അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവർക്കെല്ലാവർക്കും അവിടെയുള്ള ബാക്കിയെല്ലാവർക്കും മനസ്സിലാവില്ലേ ജാനകി അമ്മേനെ കണ്ടെത്തിയെന്നുള്ള കാര്യം. പിന്നീട് പൊന്നുവിനെയും വിളിച്ചോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. മുറി ചെന്ന് കഴിഞ്ഞിട്ട് പൊന്നുവിനോട് ചോദിച്ചു, അമ്മയെ കാണാതെ പൊന്നുവിന് വിഷമമായെന്ന് ചോദിക്കാം. എനിക്ക് ഭയങ്കര വിഷമമായെന്ന് പറയാം. എനിക്ക് അമ്മയെ കാണാതപ്പോൾ സങ്കടമായി. ഞാൻ ചെറിയമ്മയോട് ചോദിച്ചു അമ്മ എന്തിയെന്ന്. അപ്പം ഇന്ന് വരുമെന്ന് പറഞ്ഞു. എനിക്ക് സങ്കടമായിരുന്നു, ഇന്നും വരുമെന്ന് പേടിയുണ്ടായിരുന്നു പറയാം. അതെ ഇനി പൊന്നുവിനെ ഇട്ട് അമ്മ ഒരിടത്തും പോകത്തില്ല കേട്ടോ. പോകുവാണെങ്കിൽ പൊന്നുവിനെ കൊണ്ട് അമ്മ പോകത്തുള്ളൂ എന്ന് പറയാം. അല്ല അമ്മമ്മയെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് അമ്മ എന്താ അമ്മമ്മേനെ കൂട്ടിക്കൊണ്ട് വരാത്തതെന്ന് ചോദിക്കും. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അമ്മമ്മയ്ക്ക് ഇപ്പോൾ വരാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല. അവിടെ കുറേ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അമ്മമ്മേടെ അടുത്ത് പോകാനായിട്ട് പോവാം. പക്ഷെ പൊന്നൂസ് ആരോടും ഈ കാര്യമോട് പറയില്ല കേട്ടോ എന്ന് പറയാം. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്നോട് നിരഞ്ജന ചെറിയമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും പറയരുതെന്ന്. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെന്ന് പറയണം. അപ്പോഴേക്കും അബി അങ്ങോട്ടേക്ക് വന്നു. അബിയെ കണ്ടതും പൊന്നു പറഞ്ഞു, ഞാൻ അച്ഛനോട് പറഞ്ഞ എന്നെയും കൂടെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്ന്. ഇത് കേട്ടോ അബി പറഞ്ഞു, അമ്മ ഇങ്ങോട്ടേക്ക് വന്നല്ലോ, ഇനി എന്തിനാ പൊന്നു സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കണം. പൊന്നു സങ്കടപ്പെടുമൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് പൊന്നൂസിനെ എന്നെടുത്ത് കൊഞ്ചിക്കുന്നൊക്കെ ഉണ്ട് അബി. അതോടുകൂടി പൊന്നൂസിൻ്റെ വിഷമവും വേദനകളൊക്കെ അങ്ങോട്ട് മാറി. ആ സമയം അപർണ എന്ത് ചെയ്യുകയാണ്, മുറിക്ക് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ജാനകി വന്ന കാര്യം അപർണ അറിഞ്ഞു. അപ്പോഴേക്കുമാണ് ജാനകിയുടെ വരവ് അങ്ങോട്ടേക്ക്. ജാനകിയെ കണ്ടു അപർണ ചോദിച്ചു, ഓ എന്തിയെ നീ നിൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് വരാൻ പോവാന്ന് പറഞ്ഞിട്ട് എന്തിയാടി നിൻ്റെ അമ്മ എന്തിയെന്ന് ചോദിക്കണം. അപ്പോഴേക്കും പ്രഭാവതിയും കൂടെ വന്നു. ഈ സമയം ജാനകി അപർണയെ നോക്കി. അപർണ പ്രഭാവതിയെ നോക്കിയിട്ട് പറഞ്ഞു, ഓ ഇവളെന്തോ മല മറിക്കുമെന്നോ അമ്മയെ കൊണ്ടുവരുന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയതാ. ഇപ്പം അമ്മയില്ല അച്ഛനുമില്ല. എടി നിനക്ക് നാണം ഉണ്ടോടി? ഇത് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന സാധനമാണോ? പൈസ കൊടുത്ത് മേടിക്കാൻ കിട്ടുന്ന സാധനമല്ലടി ഇതേ. കടയിൽ പോയി മേടിക്കാനോ അല്ലെങ്കിൽ നിന്റെ തോന്നിയാസം നിനക്ക് എവിടെയെങ്കിലും പോയി കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. എടി അച്ഛനും അമ്മയും ഇല്ലാത്ത നിനക്ക് എവിടുന്നാടി അച്ഛനും അമ്മയും ഉണ്ടാകുന്നേ? നിന്നോട് പണ്ടേ ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ, വെറുതെ ഇതിൻ്റെ പുറകെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കണോടി പറയണം. ഇത് കേട്ടതും ജാനകി അപർണയെ നോക്കിയിട്ട് പറഞ്ഞു, അപർണ നീ അധികം സന്തോഷിക്കണമെന്ന് പറയാം. എടി ഞാൻ സന്തോഷിക്കൂടി. നീ എവിടെയായാലും ഏതെങ്കിലും ആശ്രമത്തിലോ ഏതെങ്കിലും ഓർഫനേജ് ചെന്ന് ഏതെങ്കിലും ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ടെന്ന് ഇത് എൻ്റെ അമ്മയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കണമല്ലേ? ഒരിക്കലും വിശ്വസിക്കില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ജാനകി കൂടി, നീ വിശ്വസിക്കേണ്ട അപർണേ, പക്ഷെ നീ വിശ്വസിക്കുന്നൊരു ദിവസം വരുമെന്ന് പറയണം. ഞാൻ വിശ്വസിക്കാനോ? ഒരിക്കലും ഇല്ലെന്ന് പറയണം. ദേ ഇപ്പം തന്നെ കണ്ടില്ലേ, നാണം കെട്ട് 2 ദിവസം പോയിട്ട് വന്നിരിക്കുന്നു. നിനക്ക് ഒരിടത്തു നിന്നും നിൻ്റെ അമ്മയെ കണ്ടെത്താനായിട്ട് പറ്റില്ല. പിന്നെ നീ എന്തിനാടി ഇങ്ങനെ ഈ കോലം കെട്ടി ഇറങ്ങിത്തിരിക്കണമെന്ന് ചോദിക്കാം. ഇത് കേട്ടതും ജാനകി പറഞ്ഞു, ഈ ജാനകി ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉദ്ദേശ കാര്യം നടത്തിയിട്ടോ തിരിച്ചു വന്നിട്ടുള്ളൂ. അത് നിനക്ക് മനസ്സിലാകാതെ പോയത് എൻ്റെ കുഴപ്പമല്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അമ്മ പറഞ്ഞു, പിന്നെ നടന്നത് തന്നെയെന്ന് പറയണം. ജാനകിയോട് നമുക്ക് കാണാം. ഇനി ഇപ്പം കരയാൻ പോകുന്ന ആരായിരിക്കും എന്നറിയാം? നീ ആയിരിക്കും കരയാൻ പോകണമെന്ന് പറയാം. ഞാനോ?
അതേടി നീ ആയിരിക്കും കരയാൻ പോന്നേ. ഈ ജാനകിയുടെ സുവർണ്ണകാലം തെളിയാൻ പോവാ. ഇനിയിപ്പോൾ അപർണ തമ്പി അങ്ങനെ ശോഷിക്കാൻ പോവാന്ന് പറയണ. അപർണ തമ്പിയുടെ പതനമാണ് ഇനി കാണാൻ പോണെന്ന് പറയാം. ഒന്ന് പോടി അവിടുന്ന്, അവള് വലിയ വാചകം അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി ചീത്ത പറയണ. ജാനകി പറഞ്ഞു, നിന്റെ ഈ ആത്മവിശ്വാസം ഉണ്ടല്ലോ അവസാനം വരെ കാണണം. ഞാൻ എൻ്റെ അമ്മയും കൊണ്ട് ഈ വീട്ടിലേക്ക് വരുന്ന സമയത്തും നിന്റെ മുഖത്ത് ഈ പുഞ്ചിരി കാണണമെന്ന് പറയണ. കണ്ടോ, എൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് ഞാൻ ഇവിടെ വന്നു കഴിയുമ്പം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് ചെയ്തു കണ്ടിട്ട് വരുമെന്ന് പറയണ. ഇത് കേട്ടപ്പം അപർണ പറഞ്ഞു, പിന്നെ നീ പറയുന്നതിനും ചെയ്തിട്ട് ഞാൻ നിന്റെ വേലക്കാരി അല്ലെന്ന് വെക്കും. നമുക്കറിയാം അപർണേ എന്താ സംഭവിക്കാൻ പോകുന്നത്. നീ ശരിക്കും പേടിച്ച് വരയ്ക്കുമെന്ന് പറയാം. പിന്നെ നിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് വരുന്നത് ഞാൻ എന്തിനാണ് പേടിച്ച് വരയ്ക്കണേ? അതിൻ്റെ കാര്യമൊന്നും ഈ അപർണയ്ക്കില്ലെന്ന് പറയാം. നമുക്ക് കാണാം അപർണേ എന്താ സംഭവിക്കാൻ പോകുന്നത്. കാത്തിരുന്ന് കണ്ട കാര്യങ്ങളൊക്കെ കാത്തിരുന്ന് കണ്ടാൽ മതി. പഴയ ജാനകി അല്ലേ ഇത്. നിനക്കൊരു തോന്നലുണ്ടായിരിക്കും എൻ്റെ തലയിൽ കയറി നിരങ്ങാന്ന്. വെറുതെ തോന്നൽ മാത്രമാണ് അപർണേ, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ജാനകിയുടെ സ്വഭാവം നീയൊക്കെ ശരിക്കും മനസ്സിലാക്കാനായിട്ട് പോകുന്നുള്ളൂ. ജാനകി ഒരു കാര്യം തീരുമാനിച്ച തന്നെയാന്ന് പറയണം. ഈ സമയം ഇതെല്ലാം കേട്ട് പ്രഭാവതി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പ്രഭാവതി എടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ ഇവളെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപർണ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അത് കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. പിന്നെ അമ്മയെ കൊണ്ട് പറ്റുന്ന ജോലികൾ മാത്രം അമ്മയോട് ചെയ്താൽ മതി. അമ്മയെ ആരും നിർബന്ധിച്ച് ഇവിടെ ഒന്നും ചെയ്യിക്കുന്നില്ല. ഇനി ജോലിക്കാരി വെക്കാൻ പറ്റുമോ നോക്കട്ടെ. ആ ബേട്ടനോട് ഞാൻ സംസാരിച്ചു നോക്കാം. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്നൊരു ജോലിക്കാരി വെക്കാന്ന് പറയാം. ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രഭാതത്തിന് വേണ്ട, ജോലിക്കാരിയൊന്നും വേണ്ട, ഇവിടുത്തെ ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം. ഇനിയിപ്പോൾ ജോലിക്കാരി വന്നിട്ട് എൻ്റെ ജോലിയും കൂടെ പോയി ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങാനല്ലെന്ന് ചോദിക്കും. ജാനകി പറഞ്ഞു, ആരും വീട് വിട്ട് ഇറങ്ങുന്നേ? ഇവിടെ നിന്ന് ആരും വീട് വിട്ട് ഇറങ്ങുന്നില്ല, എങ്ങോട്ടും പോകണമെന്നില്ല. പിന്നെ ആഹാരം ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ഇവൾക്കും പറ്റില്ല, അപർണയ്ക്കും പറ്റില്ല. അവൾ വേണേ വെച്ചുണ്ടാക്കട്ടെ, ആർക്കും വേണ്ടിയിട്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറയണം. അമ്മ ഇത്തരം കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അടുക്കളയിൽ കിടന്ന്. വേണേ അപർണയോടും കൂടെ കൂടാൻ പറ. ഞാനിവിടെ ഉള്ള സമയത്ത് ഞാനും കൂടെ കൂടാം. ഇനി അതിൻ്റെ പേരിൽ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അപർണ പറഞ്ഞു, അതൊക്കെ പറയാൻ നീ ആരാ? എന്നെ കൂടെ പറ്റുമല്ലോ ഇവിടുത്തെ അടുക്കള കിടന്ന് ജോലി ചെയ്യാനായിട്ട്. വേണം നീ ചെയ്തോണമെന്ന് പറയാം. ജാനകി പറഞ്ഞു, അതെ 3 നേരം വെട്ടി വിഴുങ്ങണേ മതി, അടുക്കള കയറി ഉണ്ടാക്കണം. ഇത്ര ഭയമുള്ള അമ്മേനെ കൊണ്ടാണോ നീ അടുക്കള കയറ്റി ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്? അമ്മ എങ്ങനെ ഇവിടെ കഴിഞ്ഞോളാന്ന് നിനക്കറിയാലോ എന്ന് പറയാം. അങ്ങനെ കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എന്താ, ഞാനതൊന്നും നോക്കുന്ന കാര്യമില്ല. ഇവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മര്യാദയ്ക്ക് അടുക്കള ജോലികളൊക്കെ ചെയ്തില്ലെങ്കിൽ ഇവരുടെ അവസ്ഥ എന്തായി തീരുമെന്ന്. അപ്പം ജാനകിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. കാരണം അപർണ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കും അമ്മേനെ. ആ ഭീഷണിക്ക് വഴങ്ങി അമ്മ നിൽക്കുവാണ്. ഇപ്പം അമ്മയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തനിക്ക് പോയി തൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകണം. അതിനുശേഷം വേണം വീട്ടിലുള്ള ശുദ്ധികലശം തന്നെ നടത്താനായിട്ട്. പക്ഷെ അതുവരെ ഇപ്പം എല്ലാം ഒന്ന് ഇതുപോലെ തന്നെ പോട്ടേന്ന് കരുതി ജാനകി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം പ്രഭാതിയുടെ അടുത്ത് എന്നിട്ട് അപർണ പറഞ്ഞാൽ അവളുടെ ഒരു അഹങ്കാര വർത്താനം കേട്ടില്ലേ, അവൾ എന്തോ വലിയ സംഭവമാണ് അവളുടെ വിചാരം, എന്തൊക്കെയോ കണ്ടെത്തിയെന്ന വെറുതെയാന്ന് പറയണം. പ്രഭാതി പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പുച്ഛിച്ച് തള്ളാൻ വരട്ടെ അപർണയെ. ഒരു പക്ഷേങ്കിൽ നാളെ ഒരു ദിവസം അവൾ അവളുടെ അമ്മയുടെ കൈയും പിടിച്ച് ഇങ്ങോട്ട് കയറി വരാനും ചാൻസ് ഉണ്ട്. അപർണ പറഞ്ഞു, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഈ അപർണ തമ്പിക്ക് അറിയാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വെല്ലുവിളിക്കുന്നവർ പറഞ്ഞിട്ട് അപർണ അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം സുമംഗലം മുത്തശ്ശി ആകെപ്പാടെ പെട്ടിരിക്കുകയാണ്. പ്രഭാവതിയുടെ അവസ്ഥ അതാണ്. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? ജാനകി അഭിക്കുമ്പോൾ അവിടെ റോളും ഇല്ല. എല്ലാ കാര്യങ്ങളും നോക്കാൻ തമ്പിയും തമ്പിയുടെ മോളുമാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങോട്ട് ചെന്നിട്ടും കാര്യമില്ല. അവരുടെ ഭരണമായിരിക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടുക്കള കിടന്ന് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും സുമംഗലാമ്മയുടെ ഉള്ള ധൈര്യം കൂടെ ചോർന്നു പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒന്ന് ഫോൺ വിളിക്കണ പോലും ഫോണും കാര്യങ്ങളൊന്നും തന്നിട്ടും കൂടി ഇല്ല. ഇപ്പം ആരോട് തൻ്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ പറയുമെന്ന് അറിയത്തില്ലാതെ ആകെപ്പാട് ടെൻഷനിലായിരിക്കും സുമംഗലാമ്മ. കാരണം ഇത്രയൊക്കെ കിട്ടിയിട്ട് പോലും സുമംഗലാമ്മ പഠിച്ചില്ല. അഭിയും ജാനകിനെയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം സുമംഗലാമ്മയ്ക്ക് പതുക്കെ മാറ്റം വന്നു തുടങ്ങി. ഇനിയിപ്പം അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അവരെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ കാണാൻ വരുവാണെങ്കിൽ അവരുടെ കൂടെ പോകണം. അല്ലാതെ ഇനിയും വാശിയും ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല എന്നൊരു തീരുമാനമൊക്കെ സുമംഗലാമ്മ മനസ്സിലെടുക്കുകയാണ്. ആ സമയം ജാനകി ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ജാനകി പൊന്നൂനെയും കൊണ്ട് പോകാനായിട്ട് തുടങ്ങുകയാണ്. പിന്നെ അബിയോട് യാത്രയൊക്കെ പറഞ്ഞ് പോകാനിറങ്ങുമ്പോഴത്തെ നിരഞ്ജനെ അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് നിരഞ്ജനോട് കാര്യങ്ങളൊക്കെ പറയണം. നിരഞ്ജന പറഞ്ഞു, പോയിട്ട് വാ, ഇനി അമ്മയ്ക്ക് ഓർമ്മ ശക്തി കിട്ടി അമ്മേനെ കൊണ്ട് ഇങ്ങോട്ട് വരാളെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേനും അപർണ അപ്പം തന്നെ തമ്പിയെ വിളിച്ചിട്ട് പറയണം, അവൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് അച്ഛാന്ന് പറയണം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി തമ്പി എന്ത് ചെയ്യുവാണ്, തൻ്റെ ഗുണ്ടകൾ ഒരാളെ വിളിച്ചിട്ട് അവളെ ഫോളോ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.